ഹലോ കൂട്ടുകാരെ, എൻ്റെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ എൻ്റെ മസ്കുലൈൻ എനർജി എന്തുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള എല്ലാവർക്കും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇനിയൊരു സ്റ്റേജിൽ എല്ലായ്പ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് അല്ലേ, ഒരു പെയിനാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കൗണ്ടർ പാർട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു റൈറ്റ് ടൈം അല്ലാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് നമ്മൾക്ക് വരുന്നത്, ഈ ജേർണിയിൽ വന്ന് നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഒരു സ്റ്റേജിൽ, അതായത് നമ്മളൊരു ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോഴൊക്കെയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാറുണ്ടല്ലേ. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളുടെ ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഒരു സ്റ്റേജ് ഓഫ് അലൈൻമെൻറ്റിൽ, ആ ഒരു വൈബ്രേഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. അതായത് നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു പവറിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലോവർ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ചേസിങ് എനർജിയിലേക്ക് പോവുകയും നമ്മൾ ചേസ് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ ഒക്കെ ആയിട്ട് വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, അത് വളരെ ഒരു ലോവർ എനർജിയാണ്. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയെ നമ്മൾ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിനെ ഒരു സോൾ കണക്ഷനായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു അവേക്കനിങ് ജേർണിയാണെന്ന് മനസ്സിലാവും, സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയാണെന്ന് മനസ്സിലാവും. മേ ബി നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ഹീലാവുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു ജോലിയുടെ ചേഞ്ച് നടക്കുന്നുണ്ടായിരിക്കാം, പഴയ ഏതെങ്കിലും ഒരു പാറ്റേൺസ് അതിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരിക്കാം, പഴയ ഫ്രണ്ട്ഷിപ്സ്, നിങ്ങളുടെ വൈബ്രേഷന് മാച്ച് ആവാത്ത ഏതെങ്കിലും റിലേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അതായത് നിങ്ങളുടെ ഒരു തോട്ട് പാറ്റേണിൽ, നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു രീതിയിൽ ഡിഫറൻസ് വരുന്ന, അതൊന്ന് അപ്ഗ്രേഡ് ആവുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ലൈഫിലും ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ സിറ്റുവേഷൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആ ഒരു ഫേസിലേക്ക് വരുമ്പോൾ വരുന്ന എല്ലാ തരത്തിലുള്ള ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷനെ അവർ ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അത് അവർ ഫേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് റൺ ചെയ്യുന്നോ എന്നുള്ളത് കാര്യമല്ല. കാരണം അവേക്കനിങ്ങിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരിക്കലും നമ്മളുടെ ലൈഫ് പഴയ പോലെ ലീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് എൻറ്റയർലി ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അത് മനസ്സിലാക്കുന്നിടം വരെ അത് പിന്നെയും കൂടുതലായിട്ട് പെയിനെ തരത്തുള്ളൂ. അത് നമ്മൾക്കാണെങ്കിലും നമ്മളുടെ കൗണ്ടർ പാർട്ടിനാണെങ്കിലും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഹീലിംഗ് ആയിരിക്കാം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് രണ്ട് ബോഡികളിലുള്ള ആ ഒരു ആത്മാവെന്ന് പറയുന്നത് എനർജറ്റിക്കലി മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് അല്ല എന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുക മറ്റുള്ള ഒരു റിലേഷനിലെ പോലെ തന്നെ നമ്മളുടെ കൗണ്ടർ പാർട്ട്, നമ്മുടെ മസ്കുലൈൻ എനർജി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കോഡിപ്പെൻഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ മസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊവൈഡർ ആയിരിക്കും എല്ലായ്പ്പോഴും, ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു നേച്ചറാണ്. ആ ഒരു മസ്കുലൈൻ എനർജിയുടെ ഒരു നേച്ചർ തന്നെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കോഡിപ്പെൻഡൻസി കാണിക്കുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് ആ ഒരു സപ്പോർട്ട് ഫിസിക്കലിയും തരുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ശക്തിയുടെ ഫോമിലേക്ക് വരുന്നില്ല ഇവിടെ. അതായത് നമ്മൾക്ക് ഈ ജേർണി തന്നിരിക്കുന്നത് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് പവറിലേക്ക് വരാനാണ്, ബെസ്റ്റ് വേർഷനിലേക്ക് വരാനാണ്, നമ്മൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ജേർണിയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സെപ്പറേഷൻ വരുന്നത്. അതേപോലെ തന്നെയാണ് മസ്കുലൈൻ എനർജിയുടെ ലൈഫിലും
ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഫെമിനൈൻ എനർജി ഒരിക്കലും കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അത് കോഡിപ്പെൻഡൻസി ഇല്ലാതെ സ്വയം ഈ ജേർണി തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ അവിടെ ഇനിയൊരു ബോഡിയിലുള്ള സെയിം ആത്മാവാണെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെ കോഡിപ്പെൻഡൻസിയും അറ്റാച്ച്മെൻറ്റും വരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സെപ്പറേഷൻ 3D ലെവലിൽ വരുന്നത്. എന്നാൽ ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും സെപ്പറേറ്റഡ് അല്ല. എനർജറ്റിക്കലി അവർ കണക്റ്റഡ് ആണ്. എനർജറ്റിക്കലി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് ഹീൽ ആവാനായിട്ടുള്ള ടൈമും സ്പേസും 3D ലെവലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഡിവൈൻ അങ്ങനെ ഒരു സെപ്പറേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്നാണ്. നമ്മളുടെ ഉള്ളിൽ ഓൾഡ് മുറിവുകൾ കാണും, പഴയ മുറിവുകൾ, പഴയ അപ്സെറ്റ്സ് കാണും, ട്രാമാസ് കാണും, പാസ്റ്റ് ലൈഫ് ട്രാമാസ്. ഇതൊക്കെ നമ്മൾ ഹീലാക്കിക്കൊണ്ട് നമ്മളെ കെയർ ചെയ്യാനായിട്ട്, അതായത് സെൽഫ് ലവിലേക്ക് വരാനായിട്ട്, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ജേർണി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3D ലെവലിലുള്ള കൗണ്ടർ പാർട്ടിൽ നിന്നും ഡിറ്റാച്ച് ആവണമെന്ന് പറയുന്നത്. ഡിറ്റാച്ച്മെൻ്റ് എന്നാൽ ഒരു യൂണിയൻ നടക്കാനായിട്ട് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നല്ല അതിൻ്റെ മീനിങ്. നമ്മളുടെ ഫോക്കസ് നമ്മളിലേക്ക് തിരിക്കുമ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ തോട്ട് പ്രോസസ്സിനെ അടക്കമാണ്, നമ്മൾ ഇൻറ്റേർണൽ പാറ്റേണെ അടക്കം, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് ഇത്ര നാളും, അതിനെയൊക്കെ നമ്മൾ ഹീലാക്കി നമ്മളൊരു പുതിയ വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സ്റ്റേർണൽ വേൾഡ്, അതായത് നമ്മളുടെ ബാഹ്യപ്രപഞ്ചത്തിൽ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ആവാനും കാണാനും പറ്റും. സോ എപ്പോഴാണോ നമ്മൾ ഈ ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരുന്നത്, അതായത് നമ്മൾ അത്രയും നാളും ആ വെളിയിലുള്ള ഒരു ബോഡിയിൽ തേടിക്കൊണ്ടിരുന്ന എന്ത് കാര്യമാണോ ഉള്ളത് അത് നമ്മൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ യൂണിയൻ നടക്കും. ഇനിയൊരു കാര്യം, നമ്മൾ യൂണിയൻ നടന്നാൽ പോലും എല്ലായ്പ്പോഴും നമ്മളുടെ ഫോക്കസ് നമ്മളിലായിരിക്കണം. അതിനും കൂടിയാണ് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരു എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പം, അത്രയും ഹൈ വൈബ്രേഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ യൂണിയൻ നടക്കാറുള്ളൂ. ആ ഒരു ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സെപ്പറേഷൻസും നമുക്ക് ഈ ജേർണിയിൽ ഇത്രയും പെയിനും കിട്ടുന്നത്. ഒരു കാര്യം എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ എർത്തി ബോഡി അല്ലെങ്കിൽ നമ്മളുടെ 3D ബോഡിയിലുള്ള ആ ഒരു മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ മസ്കുലൈൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മൾ ബോഡി ലെവലിൽ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ജേർണീനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യവും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അതവർ എക്സ്പീരിയൻസ് ചെയ്ത് അവർ ഗോ ത്രൂ ആവേണ്ട കാര്യമായതുകൊണ്ടാണ് പലപ്പോഴും അവിടെ ഒരു സെപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീലാക്കേണ്ടത് നമ്മളുടെ ഇന്നർ മസ്കുലൈൻ്റെ എനർജീനെ മാത്രമാണ്. അപ്പോൾ ഔട്ടർ റിയാലിറ്റിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റിഫ്ലക്ഷൻ ആ ഒരു ബോഡിയിലുള്ള മസ്കുലൈൻ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ 1-2 മാസം ചെയ്തിട്ട് പിന്നെ റിഫ്ലക്ഷൻ വന്നില്ല അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ വന്നില്ല എന്നുള്ളതല്ല. ഇത് മേ ബി കുറേ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. സറണ്ടർ ചെയ്യുക ജേർണിയെ. നമ്മളുടെ ഒരു ഇന്നർ വെർഷനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും ട്രൈ ചെയ്യുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.